പക്ഷെ സമ്പരൻ ബത്തലയും എടുത്തു പറയേണ്ട ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ രഞ്ജിത്തുമായിട്ട് 3 സിനിമകളാണ് എനിക്ക് തോന്നുന്നു. മായാമയൂരമാണ് ആദ്യമായിട്ട് രഞ്ജിത്തുമായിട്ട് ചെയ്യുന്നത്. മായാമയൂരമാണ്. മായാമയൂരത്തിൻ്റെയും അതിനു മുമ്പ് രഞ്ജിത്തുമായിട്ട് സിനിമകൾ ചെയ്യാനുള്ള ആലോചനകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തേക്ക് രഞ്ജിത്തിനെ കൊണ്ടുവരുന്നത് ഗുഡ് നൈറ്റ് മൂവീസാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെട്ട് വന്നതാണ്. ആകാശദൂതിൻ്റെ ലൊക്കേഷനിലാണ് രഞ്ജിത്തും ഗുഡ് നൈറ്റ് രാജുവുമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള രാത്രിയിൽ സമയത്താണ് കഥ പറയുന്നത്. കഥ വളരെ അട്രാക്റ്റീവാണ്. മോഹൻലാൽ ഒരു ഡ്യുവൽ റോൾ ചെയ്യുന്നു. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത് സമറിൻ ബദ്രഹമാണ്. സമറിൻ ബദ്രഹവും ശരിക്കും ഞാൻ തമിഴിന് വേണ്ടി ചെയ്യാനായിട്ട് രഞ്ജിത്തിൻ്റെ കഥ എനിക്കറിയാമായിരുന്നു. ആ കഥ ഉണ്ടാകാൻ കാരണം KT കുഞ്ഞുമോൻ എന്ന് പറയുന്ന മലയാളിയായ തമിഴ് സിനിമാ നിർമ്മാതാവ്. അദ്ദേഹം അന്ന് വലിയ സിനിമകൾ അവിടെ തമിഴ് ശങ്കരനെയൊക്കെ വെച്ചിട്ട് മുതൽവൻ ഒക്കെ പോലെയുള്ള വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇതിനു വേണ്ടിയിട്ടുണ്ടാക്കിയൊരു കഥയാണ് ഈ സമ്മറിൻ്റെ ആദ്യത്തെ വേർഷൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ സിനിമയല്ല, എനിക്ക് ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ്, ഭയങ്കര ചേസിങ്ങും കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനത്തെ സിനിമ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് സാധ്യമാകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ഒരു ജോണറല്ല അത്. പിന്നെ ഞാൻ തമിഴിലേക്കൊരു സിനിമ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ കഥയാണ് ഒരുപാട് കഥകൾ ആലോചിച്ച ശേഷം ഇതിലൊക്കെയാണ് എത്തിയത്. അപ്പോൾ അന്ന് അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ജോൺ പോളിനെയാണ്, കാരണം മലയാളത്തിൽ നിന്ന് ഒരു റൈറ്ററുമായിട്ട് ഇരുന്നൊരു സ്ക്രീൻ പ്ലേ രൂപപ്പെടുത്തിയിട്ട് തമിഴിലേക്ക് അത് മൊഴിമാറ്റം നടത്തുക എന്നുള്ളതായിരുന്നു. രഞ്ജിത്ത് സാറിൻ്റെ കഥയിൽ അതെ. അപ്പോൾ ജോൺ പോൾ വേറെ ഒരു കഥയുമായിട്ടൊക്കെ വന്നു. പക്ഷേ ആ കഥ വർക്കാകാതെ വന്നപ്പോൾ ഞാനിങ്ങനെ ഈ കഥ ഇങ്ങനെ രഞ്ജിത്തിൻ്റെ ഇങ്ങനെ ഒരു കഥയുണ്ടോ എന്നുള്ള കാര്യം പറയുകയും രഞ്ജിത്തിനെ അന്വേഷിച്ചപ്പോൾ രഞ്ജിത്ത് ഭാഗ്യത്തിന് ആ സമയത്ത് ഞങ്ങളുണ്ടായിരുന്നത്. രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് വന്ന് ആ കഥയുടെ ഒരു പൂർണ്ണരൂപം അവിടെ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ അത് തമിഴിലേക്ക് ജോൺ പോൾ എഴുതാമെന്നൊക്കെ ഉള്ള ധാരണ ഉണ്ടായെങ്കിൽ പോലും ആ തമിഴ് പ്രോജക്റ്റ് നടക്കാതെ പോയി. അതിൻ്റെ 1-2 ദിവസത്തെ ഷൂട്ടിംഗ് പാട്ടൊക്കെ ഷൂട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് മെയിൻ ഷെഡ്യൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി. പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണം. ആ കഥ ആ സമയത്ത് കേട്ടത് പിന്നെ ആ സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ രഞ്ജിത്തായിരുന്നു. തമിഴ് പടത്തിൻ്റെ രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് അതേ സമയത്ത് തന്നെ സിയാദ് കോക്കറിൻ്റെ മറുപത്തൂർ കരൂരിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് വഴി സിയാദ് ആ കഥ കേൾക്കുകയും സിയാദിനത് മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് വന്നിട്ട് അങ്ങനെയാണ് മലയാളത്തിലേക്ക് വരുന്നത്. പക്ഷേ സിയാദിൻ്റെ ഒരു കണ്ടീഷൻ രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് രഞ്ജിത്ത് മലയാളത്തിലേക്ക് സമ്മറിൻ ബദ്രഹം ചെയ്യുന്നത്.